കാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ ഞാൻ എന്തായാലും എനിക്കിത് എഫക്റ്റീവായിട്ട് ഉള്ളത് കൊണ്ടും ഞാനിത് ചെയ്യുന്നത് കൊണ്ടും ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഓൺലി ഗൗരി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ വീക്ക് 4 ആണ്. ഇന്നത്തോടു കൂടി നമ്മൾക്ക് ഒരു മാസം കംപ്ലീറ്റ് ആവുകയാണ്. ഞാൻ കൂടുതലും ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പുറത്തുനിന്ന് അങ്ങനെ വാങ്ങണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുള്ളത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ പോയിട്ട് കുറച്ച് പൊടികൾ, അതായത് നെല്ലിക്കപ്പൊടി, പിന്നെ അല്ലാതെ താളിപ്പൊടി, അങ്ങനത്തെ കുറച്ച് പൊടികൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഹെയർ പാക്ക് ചാലഞ്ചിൽ, ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഉള്ള ഒരു കെമിക്കൽ ആയിട്ടുള്ള ഐറ്റംസോ അല്ലാതെ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പാക്ക് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓയിലൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഇരിക്കണം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ പാക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും ടൈം പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈം വരെ എൻ്റെ ഹെയറിൽ ഓയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് പാക്കിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ 10 ഉള്ളികൾ എടുത്തിട്ട് അതിന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ താളിപ്പൊടി ഒരു 4 സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മൾ വീട്ടിലുള്ള മുട്ട, ഉള്ളി എല്ലാം കൂടെ, പിന്നെ അല്ലാതെ പുറത്തുനിന്ന് വരുന്നത് താളിപ്പൊടി മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്നുള്ളത് പറിച്ചിട്ട് താളി ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യാഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു പാക്ക് ആയിട്ട് കിട്ടില്ല. കാരണം ഓൾറെഡി ഈ എന്താ പറയാ, നമ്മളുടെ ഉള്ളിന്റെ നീരും അതേപോലെ എഗ്ഗും ഒക്കെ ഒരു ലിക്വിഡ് ഫോമിലാണല്ലോ ഉള്ളത്. അപ്പൊ പിന്നെയും ലിക്വിഡ് ഫോമിലുള്ള താളി അതിൻ്റെ അകത്ത് മിക്സ് ചെയ്താൽ എല്ലാം കൂടി ഒലിച്ചിറങ്ങും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ എന്ത് ചെയ്തത്, താളിപ്പൊടി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തത്. ഇത് നമുക്ക് സാധാരണ ഈ ആയുർവേദ ഷോപ്പിലോ അല്ലാത്ത ഷോപ്പിലോ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ താളിപ്പൊടി. ഞാൻ ഇതിൽ ഒരു 3-4 ടീസ്പൂണാണ് താളിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്ത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു പേസ്റ്റ് രൂപേണ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് താളിപ്പൊടി അതിൻ്റെ അകത്ത് ചെയ്തു കൊടുക്കാം. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് അധികം താളിപ്പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ കാലം നമുക്കിങ്ങനെ വെച്ച് നിൽക്കാനാവില്ല. ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ ഇത് എന്താ, നിങ്ങളുടെ പെട്ടെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കുറേ കാലം അതിങ്ങനെ സ്റ്റേ ചെയ്യില്ല കേട്ടോ. പിന്നെ ഹെയർ പാക്ക് ഒക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉണ്ടോ? അപ്പൊ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ജസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഓരോ മാർജിൻ എടുത്തെടുത്ത് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് താളി നമുക്ക് ഈ ടിപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് വേഗം ചെയ്യാം. എങ്ങനെയാണ് മാർജിൻ ആക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞൂടാത്തവർക്ക് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പിന്നെ എടുത്ത് കാണിക്കുന്നില്ല എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന്. എന്നാൽ ഞാൻ ഇപ്പം അപ്ലൈ ചെയ്തിട്ടൊക്കെ വന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഇതാ ഞാൻ അപ്ലൈ ഒക്കെ ചെയ്ത് 2 ഭാഗത്തെ കൊണ്ട പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് കഴുകാനുള്ള ഒരു എന്താ പറയുക ഈസിനെസ്സിന് വേണ്ടി കേട്ടോ ഞാൻ 2 സൈഡ് കെട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ, അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് വരെ, അതായത് നമ്മൾ ഡ്രൈ ആവുന്ന വരെ നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ നമ്മൾ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ ഇത് ഉണങ്ങും. അപ്പോൾ ആ ടൈം വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ, അതായത് ഷവറിൻ്റെ ചോട്ടിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നമ്മളിപ്പം എന്താ പറയുക ബക്കറ്റിൽ വെച്ചിട്ട് ഒഴിച്ച് കളയുകയാണെങ്കിൽ അങ്ങനെ കളഞ്ഞാൽ മതി. പക്ഷെ കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഹെയർ മൊത്തം അഴിച്ചിട്ടിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ നല്ലോണം കഴുകാൻ വേണ്ടിയിട്ട്. ഷവറിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഈസി ആയിരിക്കും. കാരണം 2 കൈ ഇട്ട് നല്ലോണം മസാജ് ചെയ്ത് കഴുകാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നല്ലോണം ഡ്രൈ ആയി നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം മസാജ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ നമ്മളുടെ ഈ സ്കാൽപ്പിൽ ഒട്ടിപ്പിടിച്ച് അത് പിന്നെ ഡാൻഡ്രഫ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലോണം വൃത്തിയിൽ നമ്മൾ കഴുകണം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഷവറിൻ്റെ ഇതാക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പോകാറുള്ളത്. കാരണം എന്താ വെച്ചാൽ
വെച്ചാൽ അല്ലെങ്കിൽ മറ്റേത് ഒരു കൈ വെച്ചിട്ട് മസാജ് ചെയ്ത് ഒരു കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പട്ടയിൽ കോരി ഒഴിക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഷവറാണ്. പിന്നെ ഇത് ഫുള്ള് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നല്ലോണം മസാജ് ചെയ്ത് ഇങ്ങനെ ബാക്കിൽ നിന്നേ മസാജ് ചെയ്ത് ഫ്രണ്ടിലോട്ട് മസാജ് ചെയ്ത് അങ്ങനെ വേണം കളയാൻ വേണ്ടിയിട്ട്. ഫുള്ള് സ്കാൽപ്പിൽ കളഞ്ഞതിൻ്റെ ശേഷം നല്ലോണം മസാജ് ചെയ്ത് ഈ സ്കാൽപ്പിൻ്റെ ഉള്ളിലുള്ള കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ എന്താ പറയുക ബാക്കിയുള്ള ഹെയർ സ്ട്രാൻഡ്സിൽ ഫുള്ള് വെള്ളം ഒഴിച്ച് കളയണം. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഷവറിൻ്റെ ചോട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കഴുകാൻ പാടില്ല. കാരണം അങ്ങനെ കഴുകുമ്പോൾ കൂടുതലും നമ്മളുടെ ഫേസിലും അല്ലെങ്കിൽ നമ്മളുടെ ദേഹത്തും ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ കൂടെയാണ് നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകണം എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബോഡിയിലൊന്നും അങ്ങനെ ടച്ച് ചെയ്യില്ല, ഫേസിലും അങ്ങനെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴുകേണ്ടത് കേട്ടോ. അപ്പൊ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ 4th വീക്ക് ഇന്നത്തോടെ നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇന്നത്തോടെ 1 മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആരെങ്കിലും കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാണാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ ഞാൻ എന്തായാലും എനിക്കിത് എഫക്റ്റീവായിട്ട് ഉള്ളത് കൊണ്ടും ഞാനിത് ചെയ്യുന്നത് കൊണ്ടും ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കിതിൽ നിന്ന് ഭയങ്കര ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വ്യൂസ് കുറവായാലും ആൾക്കാർ കാണുന്നില്ലെങ്കിലും ഒന്നും എനിക്ക് പ്രശ്നമില്ല. ആരെങ്കിലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം. കാരണം ഇതെങ്കിലും ആരെങ്കിലൊക്കെ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഈ പാഷൻ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോഴേ ഭയങ്കര സന്തോഷം. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.